ഹലോ ഗൈസ്, നമുക്കിന്ന് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കർക്കിടക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഈ മാസം മിസ് ചെയ്യരുത്. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാൻ പോവാം. വരൂ കൂട്ടുകാരെ. കണ്ടോ, നമുക്ക് അലോവേര പറിക്കാം. ഔഷധമുള്ള ഏത് സാധനങ്ങളും നമുക്കിതിൽ ചേർക്കാം കേട്ടോ. അലോവേര നന്നായി കഴുകിയെടുക്കണം. ഇത് കണ്ടോ, ഇത് കീഴാർനെല്ലി. മൂത്രശങ്ക അതിൻ്റേതായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അസ്വസ്ഥത മാറിക്കഴിയുമ്പോൾ നിർത്തുകയും ചെയ്യണം കേട്ടോ. ഇതിനാണ് കീഴാർനെല്ലി. ഈ നെല്ലിക്ക പോലെ താഴെ ഉണ്ടാവും. നമുക്കതും ഔഷധക്കഞ്ഞിക്ക് വേണ്ടി എടുക്കാം. ഇതൊക്കെ പറമ്പിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ മാസം മിസ് ചെയ്ത് ഈ മാസം ഉപയോഗിച്ചാൽ നമുക്ക് ഒരു വർഷത്തേക്ക് വരെയും ആരോഗ്യം ഉണ്ടാവും. കണ്ടോ, കീഴാർനെല്ലി. ഇനി കണ്ടോ, ചൊറിഞ്ഞണം എന്ന് പറയും. ഇത് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഏത് മാസം ഉപയോഗിച്ചാലും ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാക്കും. അല്ലാത്ത സമയത്ത് ഇത് ഉപയോഗിക്കാറില്ല. കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറും എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, മുക്കൂറ്റി. ഇത് കഫക്കെട്ടിന് വളരെ കഫക്കെട്ട്, ശ്വാസം മുട്ടൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അത്രയും ഔഷധ ഗുണമുള്ളതാണ് കഫക്കെട്ട് മാറാനായിട്ടൊക്കെ. ഇത് തുളസി. ഇത് പേരയില. ഇതും കുറച്ച് ഇല പറിച്ചെടുക്കാം. പേരയില. ഇത് ചുമക്കൂർക്കയാണ്. നമുക്കിതും പറിച്ചെടുക്കാം. ഇത് പനിക്കൂർക്ക. ഉണ്ടോ, ഇത് കറുകയില. കണ്ടോ, ഇത് പട്ടിയും പൂച്ചയൊക്കെ വരെ അവർക്കറിയാം ഇത് മരുന്നാണെന്നുള്ളത്. വയറുവേദന, അസ്വസ്ഥതയൊക്കെ ഉള്ളപ്പോൾ അവരത് കടിച്ച് തിന്നണ കാണാം. നമ്മളാണ് ഇതൊക്കെ ഉപയോഗിക്കാത്ത ആളുകൾ. ഓക്കെ, ഇതും മരുന്നിന് ചേർക്കാം. ഇതെല്ലാം മഞ്ഞ കസ്തൂരിയാണ്. ഇതെല്ലാം ഇവിടെ കിടന്ന് മുളച്ചു. ഇത് നമുക്ക് ഒരു കഷ്ണം നമുക്കിതിടാം കേട്ടോ. ഒരു കഷ്ണം ഞാനിതെടുത്തിട്ടുണ്ട്. ഇതും ഔഷധം തന്നെ, വളരെ ഗുണമുള്ള സാധനമാണ്. ഞാൻ പൊടിച്ച് മഞ്ഞളിന് പകരം ഉപയോഗിക്കാറുണ്ട്. ഇത് ആദിവാസികളൊക്കെ വളരെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അരച്ച് തേച്ച് കൊടുക്കുന്നതാണ് ഭക്ഷണമായിട്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് ചേർക്കുന്നില്ല കേട്ടോ. വെറ്റിലയുടെ ഇല ചേർക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ഔഷധങ്ങളുണ്ട് അതെല്ലാം ചേർക്കാം.
കേട്ടോ. ഈ മാസമാണ് പ്രധാനം. ഈ മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ അത് അത്രയും ഗുണം ചെയ്യും. കണ്ടോ, മഞ്ഞൾ ഉണ്ടോ, മറ്റേത് കസ്തൂരി മഞ്ഞളാണ്, ഇത് കണ്ടോ, അതെ മഞ്ഞൾ. ഇത് ഒറിജിനൽ മഞ്ഞളാണ്, ഉണ്ടോ. ഇതെല്ലാം നമുക്ക് കൂട്ടാം. ഇത് ബ്രഹ്മിയാണ്, നമുക്കതും കുറച്ച് ചേർക്കാം. പച്ചമരുന്നുകൾ കിട്ടുന്ന നമ്മുടെ അടുത്തുള്ള പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അല്ലാതെ തേടി ഒരുപാട് നടക്കണമെന്നില്ല. നമ്മുടെ അടുത്തുള്ളതൊക്കെ വെച്ചിട്ട് ഈ ഒരു മാസം കിട്ടുന്ന ദിവസങ്ങൾ കഴിക്കുക. അപ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ശംഖുപുഷ്പമാണ്. അതിൻ്റെ പൂവും ഇലയും എല്ലാം വേരും എല്ലാം ഔഷധമാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് മരുന്ന് കഞ്ഞിയിൽ ഉൾപ്പെടുത്താം. കണ്ടോ, ഇതെല്ലാം നമുക്ക് മരുന്ന് കഞ്ഞിക്കെടുക്കാം. ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ കിട്ടും. മഴ പൊടിഞ്ഞു തുടങ്ങി. ഞാൻ മഴ നനയതല്ല, എൻ്റെ ക്യാമറ ഫോൺ പ്രശ്നം വരുവാന്ന് എനിക്ക് പേടി. പൊടിമഴ ഇങ്ങനെ കർക്കിടകമായതുകൊണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. മുരിങ്ങയില വളരെ ഔഷധമാണെന്നാണ് പറയണത്. പക്ഷേ നമ്മളത് ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കരുത് കേട്ടോ. ഈ സമയത്ത് അത് നല്ലതല്ല. കർക്കിടക മാസത്തിൽ അത് ഉപയോഗിക്കില്ല. ബാക്കി എല്ലാ പച്ചിലകളും ഉപയോഗിക്കും. കണ്ടോ, കുരുമുളകിൻ്റെ ഇല ഇതെല്ലാം നല്ല നോക്കി എടുക്കാം. എല്ലാം ഔഷധമാണ്. ഇത് സർവ്വസുഗന്ധി. എൻ്റെ പറമ്പിലുള്ളതൊക്കെ തന്നെ മതി, ധാരാളമാണ് നമുക്ക്. കണ്ടോ, ഓക്കെ. എല്ലാം ചേർത്ത് മിശ്രിതം. ഇത് വളരെ ഗുണമുള്ള ഒരു ചെടിയാണ്. പൂവാങ്കുരുന്നില എന്ന് പറയും ഇതിനെ. ഇത് ബ്ലഡ് ശുദ്ധീകരിക്കാനായിട്ടാണ്. അതിലൂടെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പരിഹാരമുള്ള ഒരു ഔഷധ ചെടിയാണിത്. പൂവാങ്കുരുന്നില എന്ന് പറയും. കണ്ടോ, നമുക്ക് അതും അതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് കുറുന്തോട്ടി, മുയൽ ചെവി, ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളും ഒക്കെ ചേർത്ത് നമ്മുടെ പറമ്പിൽ കിട്ടുന്നതും റോഡരികിലൊക്കെ ആയിട്ട് കിട്ടുന്നതുമായ എല്ലാ ഔഷധങ്ങളും നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. ഉള്ളത് വെച്ചിട്ട് പ്രധാനം ഔഷധം കഴിക്കുക എന്നതിലുപരി നമ്മളുടെ ഈ മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന ഔഷധങ്ങളുടെ ഈ മാസത്തിൻ്റെയാണ് പ്രത്യേകത. ആ ഔഷധങ്ങൾ അത്രയും നമുക്ക് ഗുണം ചെയ്യും. ഈ ഗർഭിണികളാകുമ്പോഴേക്കും അവരുടെ ശരീരം ഇളതാകും എന്ന് പറയുന്ന പോലെ നമ്മളുടെ ശരീരമെല്ലാം ഈ കർക്കിടക മാസത്തിൽ ഇളതാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ നമ്മൾ ഈ പച്ചമരുന്നുകൾ കൂടുതലായിട്ട് എല്ലാവരും ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് പച്ചമരുന്ന് കഞ്ഞി, ഉണ്ടകളാക്കിയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള മരുന്ന് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മാസമാണ് പ്രധാനം, കർക്കിടക മാസം. ഈ മാസത്തിൽ എല്ലാവരും ഇതുപോലെയുള്ള ഗുണമുള്ള സാധനങ്ങൾ, വിഷാംശങ്ങൾ ഒഴിവാക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾ ശരീരത്തിന് കൊടുത്താൽ അത് അടുത്ത ഒരു വർഷത്തേക്ക് ശരീര പോഷണത്തിന് നല്ലതാണ്, പ്രതിരോധശേഷിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മാസമാണ് പ്രത്യേകത. അപ്പോൾ ഈ മാസം കിട്ടുന്ന എല്ലാ ഇതും ഈ മാസം മുഴുവനായി കഴിക്കാൻ നോക്കുക.
ഓക്കെ. ഞാനിവിടെ 1.5 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചുമന്ന അരി വേണം എടുക്കാനായിട്ട് കേട്ടോ. ഒന്നര ഗ്ലാസ് അരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നന്നായി കഴുകിയെടുക്കാം. ചെറുപയർ, ഉലുവ, ചുമന്ന അരി. നന്നായി കഴുകിയ ശേഷം നമുക്ക് നന്നായി കഴുകിയ ശേഷം നമുക്കിത് വാരി കുക്കറിലേക്ക് ഇടാം. കണ്ടോ? നമുക്കിതിൽ വെള്ളം നിറക്കാം. ഇതിൻ്റെ അളവ് നോക്കി കുറച്ചും കൂടി അത്രയും മതിയാവും. നമ്മൾ ബിരിയാണി അരിക്കൊക്കെ എടുക്കണ പോലെ എടുത്താൽ മതി. ഇനി തേങ്ങാപ്പാലൊക്കെ വരുമല്ലോ, അതിരുന്നോട്ടെ, ഇനി അടിക്ക് പിടിക്കണ്ട. ഓക്കെ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ, അരയ്ക്ക് താഴെ ഉപ്പിടാം. കുക്കർ മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ഇടാം. ഇനി അത് വേവട്ടെ, വെന്ത് വിസിൽ വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. നമുക്ക് പച്ച ഇലകൾ, ആ ചെടികളുടെ ഇതെല്ലാം നമുക്ക് ശരിയാക്കി അതിൻ്റെ നീരെടുക്കാം. ഇലകളൊക്കെ കുറച്ചെടുത്ത് നന്നായി കഴുകിയെടുക്കുക. വീണ്ടും കഴുകണം കേട്ടോ. മഴയായതുകൊണ്ട് നിലത്തുനിന്ന് മണ്ണും അതും ഇതൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് വീണ്ടും കഴുകണേ. ഇത് പച്ചമഞ്ഞൾ, ഇത് ആ മഞ്ഞ കസ്തൂരി. നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ചത് ഇതിനൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും കൂടിയുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പറഞ്ഞ കാശ് കൊടുത്താലോ ഒന്നും കിട്ടുന്നതല്ല. നമ്മൾ ഓരോന്നും തൃപ്തിയോടുകൂടി ചെയ്യുന്ന ഓരോ കാര്യത്തിന്. കുക്കർ അടിക്കാൻ പോകുന്നുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിടാം കേട്ടോ. എനിക്ക് ഇത് ഇവിടെ ഇരുന്ന വേപ്പിലയാണ്, നമ്മുടെ ഇവിടെ ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇരിക്കണോണ്ട് ഇതും കൂടി അങ്ങ് ചേർത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ. ഇതെല്ലാം കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം മിക്സിയിൽ അടിച്ചെടുക്കാം.
പയറും ചോറും വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് ചെറുജീരകം, ആശാളി, ഇത് രണ്ടും ഞാൻ നനച്ച് കുതിർത്തി വെക്കാൻ പോവുകയാണ്. കഴുകി നീറ്റാക്കി എടുക്കണം. എന്നിട്ട് അത് വെന്ത് കഴിയുമ്പോൾ ഇത് അപ്പോഴേക്ക് ഇതിരുന്നൊന്ന് കുതിരും. എന്നിട്ട് അത് വെള്ളത്തോടു കൂടി നമുക്ക് കുക്കറിലേക്ക് ഇടാം. നമുക്ക് പീരടിച്ച് അതിൽ നിന്ന് പാലെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. നന്നായി അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ വെന്ത ചോറിലേക്ക് ഒഴിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമരുന്നുകൾ അടിച്ചെടുത്ത നീരാണിത്. പിന്നെ ആശാളി, ജീരകം, പച്ചമഞ്ഞളുടെ പച്ച ഇതും ഒരു ചെറിയ കഷ്ണവും പിന്നെ മഞ്ഞ കസ്തൂരിയുടെ ആ ഒരു ചെറിയ കഷ്ണവും അതും കൂടി ചേർത്തതാണ്. അലോവേരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇത് സ്പൂൺ കൊണ്ട് ചെരുവി എടുത്തതാണിത്. അലോവേരയും കൂടി ചേർത്ത മിക്സാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങളും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇടാനുണ്ട്. നമുക്കിനി കുക്കർ തുറക്കാം. കണ്ടോ, കുക്കർ തുറന്നിട്ടുണ്ട്. നല്ല വേവായിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഞാനിപ്പോൾ കാണിച്ച ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ആശാളി, പച്ചമഞ്ഞൾ, കസ്തൂരി മഞ്ഞ കളറിലെ കസ്തൂരി മഞ്ഞളിൻ്റെത്, പിന്നെ അലോവേര, ജീരകം, ഇത്രയും സാധനങ്ങൾ ചേർന്നതാണേ. ഇത് ഞാനിതിലേക്ക് ഒഴിക്കാൻ പോവാണ്. മഞ്ഞളൊക്കെ ഒന്ന് ഞാൻ ആ പച്ചമരുന്നിൻ്റെ കൂടെ ചേർത്ത് അടിക്കാഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ മഞ്ഞളിനൊക്കെ ആ ഒരു അല്ലെങ്കിൽ ആ വേസ്റ്റ് പിശർ കളയുമല്ലോ, അതിൻ്റെ കൂടെ ആ മഞ്ഞളൊക്കെ പോകുമല്ലോ എന്നോർത്ത് ഞാൻ ഇതിൻ്റെ കൂടെ അടിച്ച് വേറെ എടുത്തതാണ്. അടുത്തതായി നമുക്ക് ഇടാൻ പോകുന്നത് പച്ച മരുന്നുകളുടെ എല്ലാം പേസ്റ്റ് അല്ലാതെ അടിച്ച് വെച്ചിരിക്കുന്ന നീരാണ് ഒഴിക്കാൻ പോകുന്നത്. നന്നായി ചോറായിട്ട് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി ഇടാൻ പോകുന്നത് തേങ്ങാപ്പാൽ. ഉണ്ടോ, തേങ്ങാപ്പാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേവിക്കണ്ട കേട്ടോ. ആ നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടിൽ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. ഇത് ഒറ്റ ദിവസം കൊണ്ട് കഴിക്കാനുള്ളതല്ല, നമുക്ക് പറ്റുന്ന അത്രയും ദിവസം കർക്കിടക മാസം തന്നെ ഇത് ഉപയോഗിക്കണം. അല്ലാത്ത സമയത്ത് ഉപയോഗിച്ചാൽ അത്രയും നമുക്ക് ശരീരത്തിന് എഫക്റ്റ് ആവില്ല. കർക്കിടകത്തിൽ ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഗുണം കിട്ടണം. ഈ മാസത്തിനാണ് കേട്ടോ പ്രത്യേകത. മരുന്നുകൾ നമുക്ക് ഏത് മാസവും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഈ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇത് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് അത്രയും ഗുണം കിട്ടുമെന്ന് പറയണത് കേട്ടോ. കർക്കിടക മാസം മിസ്സായാൽ നമുക്ക് അത്രയും കുറയും ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്രയും ആരോഗ്യം കൂടുതലുണ്ടാവും. കണ്ടോ, നമുക്കിതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കണ്ടോ, രണ്ട് സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്.
ഈ കഞ്ഞി ഇത് തീർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഉണ്ടാക്കി ഈ മാസം മുഴുവനും കഴിക്കാം കേട്ടോ. അത് ഒരുപാട് പച്ചമരുന്നുകൾ ചേർക്കരുത്. അപ്പം നമുക്ക് ഭയങ്കര കയ്പും അതിൻ്റേതായ ചൊവ്വകളൊക്കെ തോന്നും. അപ്പോൾ കുട്ടികൾ ഇത് കഴിക്കാതെ ഇരിക്കാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് അങ്ങനെ കയ്പൊന്നുമില്ല. ഇപ്പം ഇച്ചിരി കയ്പുള്ള സാധനങ്ങളാണ് ഇടുന്നതെങ്കിൽ കൂടുതൽ കയ്പുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കൂടുതൽ ഉലുവൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കും. അപ്പം നമ്മളത് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്താൽ അവർ കഴിച്ചോളും കേട്ടോ. സാധാരണ നമുക്ക് വലിയ ആളുകൾക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് കഴിച്ചില്ലെങ്കിൽ മാത്രം അങ്ങനെ കൊടുത്താൽ മതി. ഒരുപാട് കഴിക്കരുത്, കുറച്ച് ഡെയിലി കുറേശ്ശെ കഴിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കർക്കിടക കഞ്ഞി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സൂപ്പർ സിമി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും പരസ്പരം എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ആളുകളെ കിട്ടുകയും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി.